നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് 2 പ്രാവശ്യം ഈ വായന കാണാൻ ശ്രമിക്കുക. രാത്രി കിടന്നുറങ്ങുമ്പോഴോ അല്ലാത്ത സമയങ്ങളിലോ നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യം ആ ഒരു സമയത്ത് 2 പ്രാവശ്യം ഈ ഒരു വായന കാണാനായി ശ്രമിക്കുക. തീർച്ചയായും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നതായിരിക്കും. ഓട്ടോമാറ്റിക് മാനിഫെസ്റ്റേഷൻ ടെക്നിക്കാണ് നമ്മളിവിടെ ചെയ്യാനായി പോകുന്നത്. ഇവിടെ പറയുന്ന എനർജികൾ, ഇവിടെ വരുന്ന എനർജികൾ നിങ്ങൾ മനസ്സിൽ പോസിറ്റീവോട് കൂടി സ്വീകരിക്കുക. നിങ്ങൾ എത്രത്തോളം വിശ്വാസത്തോടു കൂടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രാധാന്യമിരിക്കുന്നത്. ഇല്ലാതെ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് സംഭവിക്കുകയില്ല. വിശ്വാസത്തോടെ കാണുക, തീർച്ചയായും നിങ്ങൾക്ക് ഫലം ലഭിക്കുന്നതായിരിക്കും. നമുക്കപ്പോൾ വായനയിലേക്ക് കടക്കാം. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതിൽ എനിക്ക് സന്ദേശം അയച്ചാൽ മതി. ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വായനയിലേക്ക് കടക്കാം. ഈ വ്യക്തി വളരെയധികം മൂർച്ചയേറിയ വാളിൻ്റെ ഒരു ഊർജത്തിലേക്കാണ് ഉയർത്തെഴുന്നേറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വ്യക്തിക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ശാരീരിക അസ്വസ്ഥതകൾ, മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു. അത് സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തി ഡിവോഴ്സ് ചെയ്തിരിക്കുന്ന വ്യക്തിയായിരിക്കാം. പലതരത്തിലുള്ള നഷ്ടങ്ങളും ദുഃഖങ്ങളും അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുമായി പ്രണയബന്ധത്തിലായെങ്കിൽ പോലും ഈ വ്യക്തിയുടെ ആ പ്രശ്നങ്ങൾ ഒരു വശം നടക്കുന്നുണ്ടായിരുന്നു. അത് പലപ്പോഴും ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ടായിരിക്കണം, നിങ്ങളുടെ അടുത്ത് തുറന്നു പറഞ്ഞിട്ടുണ്ടായിരിക്കണം. തുറന്നു പറയാത്ത വ്യക്തികളെയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതൊരിക്കലും അവരെ നമുക്ക് കുറ്റം പറയാനോ മോശം പറയാനോ സാധിക്കില്ല. അതവരുടെ അവസ്ഥയായിരിക്കാം. യഥാർത്ഥത്തിലുള്ള അവരുടെ അവസ്ഥ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ വ്യക്തിയെ നഷ്ടപ്പെടുത്തുമോ അല്ലെങ്കിൽ വേണ്ട എന്ന് വെക്കുമോ എന്നുള്ള കാര്യത്തിൽ ഈ വ്യക്തിക്ക് വളരെയധികം പേടിയുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഭയം കാരണം കൊണ്ട് തന്നെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഈ വ്യക്തി മറച്ചു വെച്ചതായി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളായി പ്രണയബന്ധത്തിലായിരുന്ന സമയത്ത്, ആ ഒരു കാലഘട്ടത്തിലാണെങ്കിൽ പോലും ആദ്യമുണ്ടായിരുന്ന ആ ഒരു അറ്റാച്ച്മെന്റോ സ്നേഹമോ ഒന്നും പിന്നീട് ഈ വ്യക്തി നിങ്ങളോട് കാണിച്ചിട്ടില്ല. വളരെയധികം ബിസി ആയിട്ടുള്ള, അതായത് തിരക്കേറിയ രീതിയിലേക്കാണ് ഈ വ്യക്തി പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി വളരെയധികം നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാനായി പലതരത്തിലും ഈ വ്യക്തി നോക്കി എന്നുള്ളത് തന്നെയാണ് സത്യം. പക്ഷേ ഒരുപാട് തവണ ഈ വ്യക്തി അത് തുടർച്ചയായി ശ്രമിച്ചിട്ടും ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല. നിങ്ങളെ കൊണ്ട് തീരെ സാധിക്കില്ല. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഈ വ്യക്തി ജീവന്റെ ജീവനായി കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ വ്യക്തിയുമായി പ്രണയബന്ധത്തിലായിരുന്ന സമയം തൊട്ട് തന്നെ പലതരത്തിലുള്ള പരീക്ഷണ ഘട്ടങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ ഈ ഒരു യൂണിവേഴ്സ് ആയിക്കോട്ടെ, ദൈവമായിക്കോട്ടെ കൺമുന്നിലിട്ട് തന്നുകൊണ്ടിരുന്നത്. അത് തന്നെ നിങ്ങളെ പല രീതിയിലും തളർത്തി. ഈ വ്യക്തിയെ ആണെങ്കിലും കൂടുതൽ ഇരുട്ടിലേക്ക് നയിച്ചു എന്നുള്ളത് തന്നെയാണ് സത്യം. എനിക്കിനി ഈ ഒരു പ്രണയബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല, എന്നെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല, ഞാൻ വെറുതെയാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഈ വ്യക്തി നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാകണം. പക്ഷെ അതെല്ലാം ഈ വ്യക്തിയുടെ സങ്കടം കൊണ്ട് മാത്രമാണ്, ഈ വ്യക്തിയുടെ അവസ്ഥകൾ കൊണ്ട് മാത്രമാണ്. ഈ വ്യക്തി വേണമെന്ന് വിചാരിച്ചിട്ടല്ല. ഈ ഒരു പരീക്ഷണ ഘട്ടം ഈ വ്യക്തിയെ തളർത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഒരു ശുഭവാർത്ത എന്ന് പറയാനാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു പരീക്ഷണ ഘട്ടം, ജഡ്ജ്മെന്റ് കാർഡ് നമുക്ക് തലകുത്തനെയാണ് ലഭിച്ചിരിക്കുന്നത്. 2 ഓഫ് പെന്റക്കിൾസ് നമുക്ക് തലകുത്തനെയാണ് ലഭിച്ചിരിക്കുന്നത്. ദ മൂൺ കാർഡ് നമുക്ക് തലകുത്തനെയാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിൽ പലതരത്തിലുള്ള മോശപ്പെട്ട കാർഡുകളും നമുക്ക് കുത്തനെയാണ് ലഭിച്ചിരിക്കുന്നത്. കാരണം ഇവിടെ പോസിറ്റീവ് ആയിട്ടുള്ള കാർഡ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടും അല്ലാത്ത കാർഡുകൾ റിവേഴ്സ് ആയിട്ടുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അത് ഈ വ്യക്തിയിൽ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങളെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്.
ഈ വ്യക്തിക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത വിധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് 9 വാളുകളാണ് കാണിക്കുന്നത്. 9 ഓഫ് സോർഡ്സ്, കിടന്നുറങ്ങാൻ കഴിയാത്ത അവസ്ഥ. പക്ഷെ ആ ഒരു കാർഡ് തലകുത്തനെയാണ് ലഭിച്ചിട്ടുള്ളത്. അതായത് ഈ വ്യക്തിയുടെ മോശപ്പെട്ട സാഹചര്യങ്ങൾക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് നിങ്ങളെ വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഈ വ്യക്തിയുടെ അവസ്ഥ കാരണമാണ് ഈ വ്യക്തിക്ക് അത്തരത്തിൽ ചിന്തിക്കേണ്ടി വന്നത്. പക്ഷേ ചാരിയറ്റ് കാർഡും ഏസ് ഓഫ് സോർട്സുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. വിജയത്തെയും കാര്യസാധ്യത്തെയും സമാധാനത്തെയും സന്തോഷത്തെയും സൂചിപ്പിക്കുന്ന കാർഡ്സ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ ഈ വ്യക്തിക്ക് എന്തെന്നില്ലാത്ത ഊർജവും, അതായത് സ്ട്രെങ്ത്, മനോധൈര്യം, ആത്മസമീപനം, അതുപോലെ ആത്മാർത്ഥത, യഥാർത്ഥമായിട്ടുള്ള നിങ്ങളുടെ സ്നേഹം ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെയധികം ഹൈ എനർജി വൈബ്രേഷൻസിലാണ് നിൽക്കുന്നത്. ഈ വ്യക്തിയുടെ ഊർജം തന്നെയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇന്ന് ഏതവസ്ഥയിലുമായിക്കോട്ടെ, നിങ്ങളുടെ പ്രണയബന്ധത്തിൽ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിക്കോട്ടെ, അതെല്ലാം നീക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഈ വ്യക്തി ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. എല്ലാ വ്യക്തിക്കും ഒരു നല്ല കാലഘട്ടമുണ്ട് അല്ലേ? ആ ഒരു നല്ല കാലഘട്ടമാണ് ഇപ്പോൾ ഈ വ്യക്തിയെ തേടി വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായതായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അതും നമുക്ക് തലകുത്തനെയാണ് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ ഈ വ്യക്തി ഉയർത്തെഴുന്നേറ്റ് പല കാര്യങ്ങൾക്കും ഒരു ആവേശത്തോടു കൂടി തീരുമാനങ്ങൾ എടുക്കുകയും പദ്ധതി തയ്യാറാക്കുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3 ഓഫ് വാണ്ട്സ് ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്കിവിടെ ഫൂൾ കാർഡും ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ, ഉറപ്പായും ഇവിടെ പോസിറ്റീവായിട്ടുള്ള ഒരു തുടക്കത്തെയും നല്ല ഒരു സമയത്തെയും തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇത് വളരെയധികം പോസിറ്റീവോട് കൂടി നിങ്ങൾ മനസ്സിലേക്ക് ഏറ്റെടുക്കുക. 2 പ്രാവശ്യം തുടർച്ചയായി ഈ ഒരു വായന കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോഴൊക്കെയും ഈ വായന കാണാൻ ശ്രമിക്കുക. ഇത് ഓട്ടോമാറ്റിക് മാനിഫെസ്റ്റേഷൻ ആണ്. താനെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതത്തിൽ ഇത് യാഥാർത്ഥ്യമായി വരുന്നതായിരിക്കും, ഇന്ന് നിങ്ങൾ ഏതവസ്ഥയിലാണെങ്കിൽ പോലും. അതുകൊണ്ട് ഇത് പോസിറ്റീവായിട്ട് ഏറ്റെടുക്കുക. പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ബാക്കി വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വായനയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.